ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് കോഴി പൊരിച്ച് നാടൻ രീതിയിൽ എങ്ങനെയാണ് ഒരു ചിക്കൻ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇന്ന് ഉരുളിയിലാണ് കറി വെക്കുന്നത്. അപ്പോൾ ഉരുളി ഒന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഏകദേശം 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിലൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, ഗരം മസാല ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂർ, കുറഞ്ഞ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് വെച്ചിരിക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അല്ല ഒരുപാട് അങ്ങ് ഫ്രൈ ആയി അങ്ങനെ പോകണ്ട. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം അത്യാവശ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഈ രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്കിതുപോലെ എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതേ ഓയിലിൽ തന്നെ ഇതേ ഓയിലാണ് ഇനി കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേ ഓയിലിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ബേ ലീഫ്, പിന്നെ കുരുമുളക്, പിന്നെ നമ്മുടെ വലിയ ജീരകം ഇവയെല്ലാമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റിൽ നിന്നും പകുതി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പകുതി നമുക്ക് ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ ഈ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. സവാളയുടെ അളവൊക്കെ സവാളയും കൊച്ചുള്ളിയും പച്ചമുളകുമാണ്. ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾ എടുത്തിരിക്കുന്ന ചിക്കനനുസരിച്ചിരിക്കും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരും നമുക്ക്. ഇനി ലേശം കറിവേപ്പില കൂടി ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഉള്ളിയിലായതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് വേവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം തക്കാളിയൊക്കെ അത്യാവശ്യം വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്ന് മല്ലിപ്പൊടിയുടെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും നമ്മൾ 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സവാളയും ചിക്കനും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 2 കപ്പോളം വെള്ളം ഞാൻ തിളപ്പിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും പച്ചവെള്ളം ഉപയോഗിക്കരുത്, തിളപ്പിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാം. ഇപ്പോൾ ചെറുതായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ കുറച്ച് നമ്മുടെ ചിക്കൻ മസാല കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പം ചിക്കൻ മസാല ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഗരം മസാല മാത്രം ഉപയോഗിച്ചായാലും നല്ല ടേസ്റ്റാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി കുറച്ച് ലേശം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ലേശം മല്ലിയില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പും കൂടി ഇട്ട് ഒരു 5 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് മസാലയൊക്കെ കറക്റ്റാണോ എരിവൊക്കെ കറക്റ്റാണോ നോക്കാം, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ലേശം മസാല കൂടി ചേർക്കുന്നുണ്ട്. ലേശം കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം.